പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജെയിംസ് മരിയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യാം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഈയിടെ ഞാനല്ല, ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ഒരുപാട് മക്കള് നമ്മൾ ഇന്ത്യയുടെ പ്രത്യേകിച്ച് മണിപ്പൂരിൻ്റെ വ്യത്യസ്തമായ വീഡിയോകൾ നമ്മൾ കണ്ടു. കത്തിക്കരിഞ്ഞ് കിടക്കുന്ന കുഞ്ഞു മക്കള്, ഗർഭിണികളെ ബലാത്സംഗം ചെയ്ത് കൊല ചെയ്യുന്നത്, അല്ലെങ്കിൽ നഗ്നയാക്കി നടുറോഡിലൂടെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്നതും കൊല്ലുന്നതും, ഇല്ലെങ്കിൽ തൂങ്ങി മരിച്ചു കിടക്കുന്നതും, അങ്ങനെ നമ്മുടെ ഹൃദയമൊക്കെ വളരെ വേദനിക്കുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നമ്മൾ കാണുന്നുണ്ട്. ഞാനിപ്പോൾ അവിടേക്കല്ല പോകുന്നത്. ഒരുപാട് വ്യക്തികൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് ഞാൻ വരികയാണ്. ഈ മണിപ്പൂരിന് ദിവസങ്ങളും മാസങ്ങളായി ഈ മണിപ്പൂരിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട്. പക്ഷെ ഇപ്പോൾ കുറച്ച് നാളുകളായി ഈ മണിപ്പൂരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുപാട് വ്യക്തികൾ വീഡിയോകളും പ്രകടനങ്ങളും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സാംസ്കാരിക പ്രവർത്തകരുണ്ട്, ആത്മീയ പ്രവർത്തകരുണ്ട്, ഒപ്പം തന്നെ എന്താ പറയുക, രാഷ്ട്രീയ സംഘടനകളുണ്ട്. ചിലപ്പം ഈ രാഷ്ട്രീയ സംഘടനകളുടെ ലക്ഷ്യം മണിപ്പൂരിന്റെ ബാനറിൽ നിന്ന് പലപ്പോഴും അവരുടെ രാഷ്ട്രീയത്തിന്റെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി കളിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ യൂത്തിന്റെ വിഭാഗം പ്രത്യേകിച്ച് കാഞ്ഞങ്ങാടില് മണിപ്പൂരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ സ്ഥലത്തും നടന്നതല്ലേ. പക്ഷെ അതിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു മുദ്രാവാക്യം ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് അമ്പലപ്പറമ്പിൽ ഞങ്ങള് കെട്ടിയിട്ട് കത്തിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മുദ്രാവാക്യം, അതിന് പേരിലെ പയ്യനെ പ്രത്യേകിച്ച് മുസ്ലിം യൂത്ത് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മണിപ്പൂരിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളോടുള്ള ഒരു അനുകമ്പ കൂടുന്നുണ്ടോ എന്ന് സിറിയയിലും നൈജീരിയയിലും അല്ലെങ്കിൽ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും എന്ന് വേണ്ട പല സ്ഥലങ്ങളിലും എന്താ പറയുക, ഒരുപാട് ക്രിസ്ത്യാനികളെ ഇങ്ങനെ ചുട്ട് കരിക്കുക, വെട്ടി നിൽക്കുക, AK-47 എന്താ പറയുക വെടിവെച്ച് കൊല്ലുക, അല്ലെങ്കിൽ തലവെട്ടിക്കളയുക, അങ്ങനെ ഒരുപാട് ഒക്കെ കാണുമ്പോൾ ആർക്കും, അല്ലെങ്കിൽ യുക്രൈനില് എന്താ പറയാ സമീപകാലത്ത് ആർക്കും ഒരു വേദന അവിടെ തോന്നുന്നില്ല, ആർക്കും അവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുമില്ല. ഇപ്പൊ എന്താണോ ക്രിസ്ത്യാനികൾ പ്രത്യേകമായ ഒരു സ്നേഹം എല്ലാവർക്കും ഇങ്ങനെ തോന്നിയിരിക്കുകയാണ്. എന്തോ ഒരു പ്രത്യേകമായ സ്നേഹം. ആ സ്നേഹത്തിന്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു നിഗൂഢ ലക്ഷ്യമുണ്ട് എന്ന് തോന്നുന്നു. അവിടെ സ്നേഹത്തിന്റെ ഉള്ളില് മണിപ്പൂരിനെ മറയാക്കിക്കൊണ്ട് എന്താ പറയാ, നമ്മൾ ഈ കൊച്ചു കേരളം എന്ന് പറയുന്ന ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് ഒക്കെ വളരെ സന്തോഷത്തോടെ കഴിയുന്ന ഒരു കൊച്ചു കേരളമാണ്. ശരിക്കും വളരെ സന്തോഷത്തോടെ കുറച്ച് നാളുകളായി ഈ ഒരു ഐക്യത്തെ, ഈ ഒരു സന്തോഷത്തെ, ഈ ഒരു സമാധാനത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇന്ന് പല വഴികളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പലരും പല വഴികളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഏക മനസ്സോടുകൂടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനൊക്കെ കൈകോർത്ത് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ അതിൽ വളരെ ചുരുക്കം ചിലർ എന്തോ നിഗൂഢ ലക്ഷ്യം വെച്ചുകൊണ്ട് എന്താ പറയാ ഈ സന്തോഷത്തെ നശിപ്പിക്കാൻ വേണ്ടി കുറച്ചു കാലങ്ങളായി അതിന് പിന്നാലെ കൂടിയിരിക്കുകയാണ്. പക്ഷെ ഇന്ന് ഈ മണിപ്പൂരിനെ മറയാക്കിക്കൊണ്ട് അവിടെ വേദനിക്കുന്ന മക്കള് ഇല്ലേ, അവിടെ ക്യാമ്പുകളിൽ ആയിരക്കണക്കിന് വ്യക്തികള് ഇങ്ങനെ അട്ടിയായി കിടക്കുന്നതുകൊണ്ട് കിടക്കാൻ പോലും സ്ഥലത്ത് ജീവന് തന്നെ ഭയന്നിരിക്കുന്ന മക്കള്, ഇല്ലെങ്കിൽ എന്താ പറയാ ഒന്നും മനസ്സമാധാനത്തോടൊന്നും കിടന്നുറങ്ങാൻ പറ്റാത്ത മക്കള്, അവരുടെ സ്വന്തം ദേശം നഷ്ടപ്പെട്ടു പോയ മക്കള്, സ്വന്തം കൂടപ്പുറപ്പിനെ എന്താ പറയുക നഷ്ടപ്പെട്ടു പോയ മക്കള്, അങ്ങനെ അത്രമാത്രം വേദനയോടെ ലോകം മുഴുവൻ, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനും അമേരിക്ക വേണ്ട എല്ലാവരും നാനാജാതി മതസ്ഥരും ഒക്കെ വളരെ വേദനയോടുകൂടെ, പ്രത്യേകിച്ച് 2 പെൺകുട്ടികളെ നഗ്നയാക്കിയുള്ള ബലാത്സംഗം, ഇതൊക്കെ വളരെ വേദനയോടെ ആയിരിക്കുമ്പോൾ ഇതിനെ മറയാക്കി മുതലാക്കിക്കൊണ്ട് ഇന്ന് കുറച്ചു പേര് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. എൻ്റെ പൊന്നുമക്കളെ, ഈ ക്രിസ്ത്യാനി എന്നൊക്കെ പറയുന്നത് വടിയും കുത്തും വടിവാളും തൂക്കും കൊണ്ട് ഇറക്കുന്നവരല്ല
ക്രിസ്ത്യാനി, അതിൽ കുറച്ച് വ്യക്തികൾ എന്താ പറയാ പുഴുക്കുത്തുകളായ കുറച്ച് വ്യക്തികൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിലും ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും എല്ലാ സ്ഥലങ്ങളിലും സമാധാനം കാക്ഷിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാ. അതിന് ഭാഗമായിട്ട് ലോകത്തിന്റെ വ്യത്യസ്തമായ ഇന്ത്യയുടെ എല്ലാ ദേശങ്ങളിലും സ്കൂളുകളും കോളേജുകളും അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇതിന്റെ പറയാക്കി എന്താ പറയുക ക്രിസ്തുമതം പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വ്യക്തികള് ക്രിസ്ത്യാനികൾ തല്ലി എന്താ പറയുക ചാമ്പലാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഈ 2000 വർഷമായിട്ട് ഈ ക്രിസ്ത്യാനികൾ സമാധാനത്തിന് സന്തോഷം കൊടുക്കുന്നവരാ. പക്ഷെ ഞങ്ങളെ മറിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മണിപ്പൂരിനെ പറഞ്ഞാൽ മണിപ്പൂര് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക ഗോത്രവർഗക്കാരെന്നോ അല്ലെങ്കിൽ മതവിശ്വാസ ക്രൈസ്തവരെന്നോ അല്ലെങ്കിൽ അതൊക്കെ പോകട്ടെ, ഒരു ഇന്ത്യൻ പൗര നിലയ്ക്ക് ഒരു മനുഷ്യൻ നിലയ്ക്ക് അവർക്ക് നീതി നമ്മൾ നടപ്പിലാക്കി കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഏത് അറ്റം വരെ പോകാം. പക്ഷെ ഇത് മുതലാക്കാൻ വേണ്ടിയുള്ള ഒരു യാത്രയുണ്ടല്ലോ, അത് വളരെ മോശം. ശരി, എന്താ പറയുക പുര കുത്തുമ്പോൾ എന്താ പറയാ അതിൽ നിന്നും എന്താ പറയാ കോരൂര വടിയൂര എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പഴഞ്ചൊല്ലൊക്കെ ഉണ്ടല്ലോ. ഇതുപോലെ അങ്ങനെ ചെയ്യരുത്. നമ്മുടെ കുടുംബത്തും അങ്ങനെ സംഭവിക്കാം, നമ്മുടെ സമൂഹത്തും അങ്ങനെ സംഭവിക്കാം. ഇവിടെ വേണ്ടത് സമാധാനവും സന്തോഷവും അവർക്ക് ലഭിക്കാൻ പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക, അടിക്കുക പ്രകടിപ്പിക്കണം. പക്ഷെ മുതലാക്കാൻ വേണ്ടിയാകരുത്. ആമേൻ.